മുഹമ്മദ് ഷയാൻ അലി ഇന്ത്യക്കൊപ്പം നിന്ന് പാകിസ്ഥാനെതിരെ എപ്പോഴും പ്രതികരിക്കുന്ന സോഷ്യൽ മീഡിയ താരമാണ്. ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല മോദിജി, മുന്നോട്ട് പോയി പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കേണ്ട സമയമാണിത് എന്ന് പറയുമ്പോഴും പാകിസ്ഥാന്റെ പേപ്പർ വിമാനങ്ങൾ ഭായ് എങ്ങനെയാ തകർത്തത് എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുകയാണ്. പാകിസ്ഥാനിൽ ഒരുപാട് ആരാധകരുള്ള സോഷ്യൽ മീഡിയ താരമാണ് മുഹമ്മദ് ഷയാൻ അലി. പാക് അധികൃതരുടെ പീഡനങ്ങളെ തുടർന്നാണ് മുഹമ്മദ് ഷയാൻ അലി രാജ്യം വിട്ടത്. പിന്നീട് സനാതന ധർമ്മം സ്വീകരിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാക് അധീന കാശ്മീർ ഇന്ത്യ തിരിച്ചുപിടിക്കണം എന്നാണ് മുഹമ്മദ് ഷയാൻ അലി പറയുന്നത്. പാകിസ്ഥാനിലെ വിജയകരമായ ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യത്തിന് അഭിനന്ദനങ്ങൾ. ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മുന്നോട്ട് പോയി പാകിസ്ഥാൻ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചുപിടിക്കേണ്ട സമയമാണിത്. അഖണ്ഡ ഭാരതം യാഥാർത്ഥ്യമാകണം. ഇവിടെ നിന്ന് പിന്നോട്ട് പോകരുത്. ജയ് ഹിന്ദ്. അവർ ഇന്ത്യക്കും അമേരിക്കയ്ക്കും എതിരായ തീവ്രവാദത്തെ പിന്തുണച്ചു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ ഗാസ പോലെയാകും. ഇന്ത്യയുടെ 5 വിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു എന്നാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത്. ഓ ശരിക്കും ഭായ് പേപ്പർ വിമാനങ്ങൾ എങ്ങനെയാണ് ഭായ് നശിപ്പിച്ചത്? പാകിസ്ഥാൻ സൈന്യവും മാധ്യമങ്ങളും തങ്ങളെ തന്നെ കളിയാക്കുകയാണ്, മുഹമ്മദ് ഷയാൻ അലി പറഞ്ഞു. ഇതിനു മുൻപ് നരേന്ദ്രമോദിക്ക് ഇദ്ദേഹം പിന്തുണ നൽകിയിട്ടുണ്ട്. ജനിച്ചത് പാകിസ്ഥാനാണ് എങ്കിലും എന്റെ മനസ്സ് മോദിജി താങ്കൾക്കൊപ്പമാണ്. ഇസ്രയേൽ ഒപ്പമുണ്ടല്ലോ. ഇനി ട്വീറ്റുകളും കമന്റുകളും വേണ്ട, മുച്ചൂടും തകർത്തേക്കും മോദിജി. പാക് സോഷ്യൽ മീഡിയ ഹീറോ മുഹമ്മദ് ഷയാൻ അലി പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ നരേന്ദ്രമോദിക്ക് നൽകിയ പിന്തുണ ഇങ്ങനെയാണ്. പാകിസ്ഥാനിൽ ഒരുപാട് ആരാധകരുള്ള താരമാണ് മുഹമ്മദ് ഷയാൻ അലി. പാക് അധികൃതരുടെ പീഡനങ്ങളെ തുടർന്നാണ് ഇയാൾ രാജ്യം വിടുന്നത്. ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകണം എന്നായിരുന്നു മുഹമ്മദ് ഷയാൻ അലി നേരത്തെ പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അത്തരത്തിലൊരു തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മുഹമ്മദ് ഷയാൻ അലി വളരെയധികം സന്തുഷ്ടനുമാണ്. പാകിസ്ഥാൻ വളരെ വേഗം ആശ്ചര്യപ്പെടും എന്നായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അവർ ഇതിൽ ഖേദിക്കും. അങ്ങനെ പാകിസ്ഥാൻ ഖേദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഇസ്രയേലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണമെന്ന് ഇന്ത്യക്കൊരു ഉപദേശവും അദ്ദേഹം നൽകിയിരുന്നു. ഇസ്രയേൽ ഇന്ത്യക്ക് കരുത്തായമുണ്ട്. കാശ്മീരിലെ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ കനത്ത തിരിച്ചടി നൽകണം. ജയ് ഹിന്ദ്. ഞാൻ നിങ്ങളുടെ പാകിസ്ഥാൻ ഭീകരത നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് തന്നെ തുറന്നു കാട്ടി. നിങ്ങൾക്കറിയാമോ, ഞാനും ജനിച്ചത് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ്. ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ച ഒരു ഭൂമി. ഇനി ട്വീറ്റുകളൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രതികാരം വേണം, തകർക്കണം. ഇന്ന് എന്റെ വേരുകളിലേക്ക് തിരിച്ചെത്തിയതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഏറ്റവും മനോഹരമായ രീതിയിൽ പഹൽഗാം ആക്രമണത്തിന്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ അതിനൊരു തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകണം എന്നത് വളരെ മനോഹരമായി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ വ്യക്തിയാണ് മുഹമ്മദ് ഷയാൻ അലി. അത് തന്നെയുമല്ല, ആ വാക്കുകൾ പറയുന്ന സമയത്ത്, അങ്ങനെ പ്രതികരിക്കുന്ന സമയത്ത് അദ്ദേഹം നരേന്ദ്രമോദിക്ക് തന്റെ പൂർണ്ണ സപ്പോർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നരേന്ദ്രമോദി അത്രമാത്രം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഷയാൻ അലി. മുഹമ്മദ് ഷയാൻ അലി മാത്രമല്ല, ഒരുപാട് പേർ, ഇത്തരത്തിലുള്ള ഒരുപാട് പേർ ഇപ്പോൾ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുകയാണ്. ഒരു സമയത്ത് വരെ മോദി വിരുദ്ധത പറഞ്ഞു നടന്നവർ, അല്ലെങ്കിൽ മോദിയെക്കുറിച്ച് കൂടുതൽ കുറ്റങ്ങൾ പറഞ്ഞിരുന്നവർ, മോദി എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് ഒരു ഊഹവുമില്ല എന്നൊക്കെ മോദിയെ കുറ്റം പറഞ്ഞവരെല്ലാവരും ഇപ്പോൾ മോദി പക്ഷത്തേക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്രയെന്ന് പറഞ്ഞാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകളും വ്യക്തമായ കാര്യങ്ങളും കൃത്യമായ കാര്യങ്ങളും ശരിയായ കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിക്കുക. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.